ഹലോ ഫ്രണ്ട്സ്, UPSC പരീക്ഷ കഴിഞ്ഞു അല്ലേ? എല്ലാവർക്കും നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളത് LPSA പരീക്ഷയാണ്. അപ്പൊ TTC എടുത്തവർക്ക് ഒരു ചാൻസ് കൂടി കിട്ടുന്നുണ്ട് LPSA. അപ്പൊ കഴിഞ്ഞ പരീക്ഷയിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇനി പഠിക്കാൻ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, പഠിച്ചത് പലതും എഴുതാൻ കഴിയാതെ ടൈം മാനേജ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പല പല കാര്യങ്ങൾ തിരുത്താനുള്ള ഒരു ചാൻസ് കൂടിയാണ് LPSA എക്സാം. ഈ LPSA പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനോടൊപ്പം അതിൽ മുൻ വർഷത്തെ ചോദ്യങ്ങളുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് UPSCന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാര്യം കഴിഞ്ഞ മാലക്കയറ്റ് എന്തിന്റെ അയിരാണ് ഇത്? ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇതുപോലെ തന്നെ UPSC എക്സാമിന് ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മുൻവർഷത്തെ ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ളത് ഒരു വളരെ നല്ലൊരു മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പോരാത്തതിന് കഴിഞ്ഞ തൊട്ടു മുന്നേ നടന്ന UPSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സയൻസ് വിഷയത്തിൽ ചോദ്യത്തിന്റെ രീതിയിൽ വലിയ മാറ്റങ്ങൾ വന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും നമുക്ക് LPSA പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്റ്റഡ് ഫാക്ട്സുമായി ഒക്കെ കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ? ശരി, ഇനി ഞാൻ ഇതിനു മുമ്പ് പറയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് കൂടി ഉപയോഗിക്കുക. അപ്പൊ ഞാൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തും ഒന്ന് വീഡിയോ പോസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മത്സ്യം അഴുകാതിരിക്കാനായി വ്യാപകമായി ഐസിൽ ചേർത്തിരിക്കുന്ന വിഷവസ്തുവാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതായത് ഇതിലെ ചോദ്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് 2017 മുതൽ മുന്നോട്ടേക്ക് വരുന്ന രീതിയിലാണ്. അപ്പൊ കുറച്ച് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ആണ്, മുൻപ് കുറച്ച് പഴയ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് പുതിയ പുതിയ ചോദ്യങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പോ മത്സ്യം അഴുകാതിരിക്കുവാൻ വ്യാപകമായി ഐസിൽ ചേർക്കുന്ന വിഷവസ്തു ഏതാണെന്നാണ്. ഓപ്ഷൻ എ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, അസറ്റിക് ആസിഡ്, ഫോമാൽഡിഹൈഡ്. ഇതിലേതാണ് മത്സ്യം അഴുകാതിരിക്കാനായിട്ട് ഐസിൽ ചേർക്കുന്ന രാസവസ്തു? ഏതാണെന്ന് പറയാൻ കഴിയോ? അതിന്റെ ഉത്തരം ഫോമാൽഡിഹൈഡ് ആണ്. മത്സ്യം അഴുകാതിരിക്കാനായി ഐസിൽ ചേർക്കുന്നത് ഫോമാൽഡിഹൈഡ് ആണ്. ഓപ്ഷൻ ഡി ഫോമാൽഡിഹൈഡ് ആണ് അതിന്റെ ഉത്തരം വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പറയാം. അതായത് ഈ ഫോമാൽഡിഹൈഡ് എന്ന് പറയുന്നതും ഫോർമാലിൻ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് കേട്ടോ. ഫോമാൽഡിഹൈഡ് അല്ലെങ്കിൽ ഫോർമാലിൻ, അതായത് ഫോമാൽഡിഹൈഡിന്റെ വെള്ളത്തിലുള്ള, അതായത് ശുദ്ധജലത്തിലുള്ള 37% ഫോമാൽഡിഹൈഡിനെയാണ് നമ്മൾ ഫോർമാലിൻ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് HCHO എന്നാണ്. HCHO. ഇനി ഇതിൽ നിന്ന് ഇതേ ഉത്തരം വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു. മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ഏത് തന്നെയാണ്? ഫോമാൽഡിഹൈഡ് ആണ്. ഇപ്പൊ ഫോമാൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ ഫോർമാലിൻ എന്ന് പറയുന്നതും ഫോമാൽഡിഹൈഡ് എന്ന് പറയുന്നതും സെയിം ആണ്, മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി. പക്ഷെ ശരിക്കും അത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്, അത് അങ്ങനെ ഉപയോഗിച്ച് കാണാറുണ്ട്. ദെൻ HCHO എന്ന് പറയുന്നതാണ് ഇതിന്റെ കെമിക്കൽ ഫോർമുല. ദെൻ പോയിന്റ് നമ്പർ 3, മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവും ഏത് തന്നെയാണ്? ഫോമാൽഡിഹൈഡ് അല്ലെങ്കിൽ ഫോർമാലിൻ എന്ന് പറയുന്ന രാസവസ്തുവാണ്. ഓക്കെ, എന്നാൽ ഐസ് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഓർക്കണേ. അതായത് ഐസിന്റെ ദ്രവണാങ്കം കൂട്ടുവാനായി അതിൽ ചേർക്കുന്ന രാസവസ്തു ഏത് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന്റെ ഉത്തരം വരുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. അമോണിയം ക്ലോറൈഡ് NH4Cl എന്നാണ് ഇതിന്റെ കെമിക്കൽ ഫോർമുല. ഇത് എന്തിനു ഉപയോഗിക്കുന്നു എന്നാ പറഞ്ഞത്? ഐസിന്റെ ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിന്റ് കൂട്ടുവാൻ. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, സാധാരണ സ്ഥിതിയിൽ നമ്മൾ ഒരു ഫ്രീസറിൽ നിന്ന് ഐസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ടെമ്പറേച്ചറിൽ തന്നെ അത് അലിഞ്ഞു പോകും. എന്നാൽ അതേ ടെമ്പറേച്ചറിൽ തന്നെ നമ്മൾ മീൻകടയിലേക്ക് നോക്കുമ്പോൾ മീനിന്റെ മുകളിലൊക്കെ ഐസ് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. അപ്പൊ അത് ഒരുവിധം ടെമ്പറേച്ചറിലൊന്നും പെട്ടെന്ന് അലിഞ്ഞു പോകുന്നില്ല. അപ്പൊ അതിന് കാരണം സാധാരണ 0 ഡിഗ്രിയിൽ ഉരുകുന്ന ഐസ് അമോണിയം ക്ലോറൈഡ് ചേർക്കുമ്പോൾ അതിന്റെ
അതിന്റെ ദ്രവണാങ്കം കൂടുകയാണ് ചെയ്യുന്നത്. ദ്രാവകമായി മാറുന്ന ടെമ്പറേച്ചർ കുറച്ചുകൂടി കൂടുന്നു. ഓക്കെ ആണേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുക. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാലോ. ക്വസ്റ്റ്യൻ നമ്പർ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ 2017 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഡാഷ്. ഏതൊക്കെയാണ് ഓപ്ഷൻ നോക്കിയേ. ഉൽപ്പന്നങ്ങൾ, അഭികാരകങ്ങൾ, ഉൽപ്രേരകങ്ങൾ, പ്രേരകങ്ങൾ. ഏതാണ് ഉത്തരം എന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ പറയുക. എല്ലാവർക്കും പരിചയമുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇത് അല്ലേ. രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം മാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളാണ് ഓപ്ഷൻ ബി ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നവ. ഉൽപ്രേരകങ്ങൾ അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നവ. ഇവ എന്താണ് ചെയ്യുന്നത്? സ്വയം മാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയെ കൂട്ടുകയോ കുറയ്ക്കുകയോ, രണ്ടും പറയാട്ടോ, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന രാസപദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാറ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഉൽപ്രേരകങ്ങളുടെ എക്സാമ്പിളുകൾ തന്നെ സാധാരണയായിട്ട് PSC ക്ക് ചോദിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒന്ന് രണ്ട് ഉൽപ്രേരകങ്ങൾ പറയാലോ. ഒന്നാമത്തത് സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക ഉൽപാദനത്തിൽ ഏതാണ് ആ ഉൽപ്രേരകം? ഒന്ന് പറഞ്ഞാട്ടെ. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അല്ലെ. സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്നത് വനേഡിയം പെന്റോക്സൈഡ് ആണ്. വനേഡിയം പെന്റോക്സൈഡ്. ഇത് എന്തിനു എവിടെയാണ് ഉപയോഗിക്കുന്നത്? H2SO4 സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക ഉൽപാദനം. മറ്റൊന്നാണ് അമോണിയ. അമോണിയയുടെ ഉൽപാദനമായ ഹേബർ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം സ്പോഞ്ച് അയൺ ആണ്, ഇരുമ്പ്. ഹൈഡ്രോജനേഷൻ ഓഫ് ഓയിൽ അല്ലെ, വനസ്പതി നെയ്യുണ്ടാക്കുക അല്ലെങ്കിൽ ഹൈഡ്രോജനേഷൻ ഓഫ് ഓയിൽ, ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിക്കല്, പലേഡിയം, ഇതൊക്കെ നമുക്ക് അതിലുപയോഗിക്കുന്ന ഉൽപ്രേരകമാണെന്ന് പറയാം. ഇതൊക്കെ പോസിറ്റീവ് ഉൽപ്രേരകമാണ്. വേറൊന്ന് നമുക്ക് പറയാവുന്നതാണ് ക്ലോറിന്റെ ഉൽപാദനം അല്ലെങ്കിൽ ഡീക്കൻസ് പ്രോസസ്, ഇതിലുപയോഗിക്കുന്ന ഒരു ഉൽപ്രേരകമാണ് കോപ്പർ ക്ലോറൈഡ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതെല്ലാം പോസിറ്റീവ് ഉൽപ്രേരകങ്ങളാണ്, അതായത് രാസപ്രവർത്തന വേഗതയെ കൂട്ടുന്നവയാണ്. എന്നാൽ ഇത് കൂടാതെ ഒരു നെഗറ്റീവ് ഉൽപ്രേരകത്തിന്റെ പേര് കൂടി പഠിച്ചു വെക്കുക, അതാണ് ഫോസ്ഫോറിക് ആസിഡ്. ഫോസ്ഫോറിക് ആസിഡ് ഇതെന്താണ്? ഫോസ്ഫോറിക് ആസിഡ് ആണ് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടനത്തെ കുറയ്ക്കുന്ന നെഗറ്റീവ് ഉൽപ്രേരകം. ഒരു നെഗറ്റീവ് ഉൽപ്രേരകത്തിന് ഉദാഹരണമാണ് ഫോസ്ഫോറിക് ആസിഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉൽപ്രേരകം എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നു എന്നാൽ സ്വയം മാറ്റത്തിന് വിധേയമാകാത്ത ഘടകങ്ങളെയാണ് നമ്മൾ ഉൽപ്രേരകങ്ങൾ എന്ന് പറയുക. ഉൽപ്രേരകങ്ങൾക്ക് ഉദാഹരണം ഒന്ന് വനേഡിയം പെന്റോക്സൈഡ്, ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. അത് സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ്. മറ്റൊന്ന് സ്പോഞ്ച് അയൺ, അമോണിയയുടെ ഉൽപാദനം, വനസ്പതി നെയ്യുണ്ടാക്കുന്നതിൽ നിക്കൽ ഉപയോഗിക്കുന്നു, ക്ലോറിന്റെ ഉൽപാദനത്തിൽ കോപ്പർ ക്ലോറൈഡ് ഉപയോഗിക്കുന്നു. എന്നാൽ ഫോസ്ഫോറിക് ആസിഡ് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടനത്തെ കുറയ്ക്കുന്ന ഒരു നെഗറ്റീവ് ഉൽപ്രേരകത്തിന് ഉദാഹരണമാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. നീറ്റുകക്കയുടെ രാസനാമം എന്ത്? നീറ്റുകക്കയുടെ സംയുക്തങ്ങൾ, അവയുടെ പൊതുവായിട്ടുള്ള പേരുകൾ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പൊ നീറ്റുകക്കയുടെ രാസനാമം എന്ത്? LPSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ റൈറ്റ് ആൻസർ ഇതിൽ തന്നെ ഉണ്ട്. ഓക്കെ, നമുക്ക് പറയാം ഏതൊക്കെയാണ് ഓപ്ഷൻ നോക്കിയേ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ബൈകാർബണേറ്റ്. നീറ്റുകക്കയുടെ രാസസൂത്രം പറയാനാവുമോ? പോസ് ചെയ്തിട്ട് നിങ്ങൾ ഉത്തരം പറയുക. ഞാനിവിടെ ഉത്തരം പറയുകയാണ്. ഓപ്ഷൻ സി കാൽഷ്യം ഓക്സൈഡ് ആണ്.
നീറ്റുകക്കയുടെ രാസസൂത്രം. കണ്ടോ, പേരിൽ നമ്മളിങ്ങനെ നീറ്റുകക്ക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നീരൊക്കെ ഉണ്ട്, ഇതില് വെള്ളമുണ്ട് എന്നല്ലേ. പക്ഷേ ഇതിലൊട്ടും നീരില്ല. CaO എന്ന് പറയുന്ന കാൽഷ്യം ഓക്സൈഡിനെയാണ് നീറ്റുകക്ക എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സംയുക്തം ഏതാണ്? വെള്ളം ചേർക്കുമ്പോൾ CaOH ട്വൈസ്, അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന രാസവസ്തു ലഭിക്കുന്നു. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെയാണ് സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ മിൽക്ക് ഓഫ് ലൈം എന്ന് വിളിക്കുന്നത്. മിൽക്ക് ഓഫ് ലൈം അല്ലെങ്കിൽ സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ ചുണ്ണാമ്പു വെള്ളം. ചുണ്ണാമ്പു വെള്ളം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ കുറിച്ച്. കാൽഷ്യം ഓക്സൈഡിനെ വിളിക്കുന്ന പേര് ഒന്ന് നീറ്റുകക്ക, പിന്നെ ഒരു പേര് കൂടി വിളിക്കും ക്യുക്ക് ലൈം. അപ്പൊ ഓർത്തിരിക്കാൻ എളുപ്പമായില്ലേ? ക്യുക്ക് ലൈമിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ സ്ലേക്കഡ് ലൈം ലഭിക്കുന്നു. ഓക്കെ, അപ്പൊ ചുണ്ണാമ്പ് വെള്ളം, കുമ്മായം എന്നൊക്കെ അറിയപ്പെടുന്ന രാസപദാർത്ഥം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇതിലെ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നതാണ് മാർബിൾ രാസപരമായി, അല്ലെങ്കിൽ മുട്ടത്തോട് അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ല് എന്നൊക്കെ പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 4ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 4. ശരീരകോശങ്ങൾക്ക് കേടുണ്ടാക്കാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങളാണ് ഡാഷ്. ആന്റിബയോട്ടിക്കുകൾ, ആന്റിസെപ്റ്റിക്കുകൾ, അനാൽജസിക്കുകൾ, ആന്റാസിഡുകൾ. LPSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ ഒന്ന് പറഞ്ഞു നോക്കുക. ഞാൻ ഉത്തരം പറയുകയാണ്, ആന്റിസെപ്റ്റിക്കുകൾ. ശരീരകോശങ്ങൾക്ക് കേടുണ്ടാക്കാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങൾ. ഓക്കെ, അപ്പൊ രോഗാണുക്കൾ വരാതെ അല്ലെങ്കിൽ സെപ്റ്റിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലൊക്കെ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ അണുക്കൾ വന്ന് മുറിവ് പഴുക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് ആന്റിസെപ്റ്റിക്കുകൾ. ആന്റിബയോട്ടിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ശരീരത്തിനുള്ളിലെ രോഗകാരികളെ കൊന്നുകളയാൻ, നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആന്റിബയോട്ടിക്കുകൾ. അനാൽജസിക്കുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം മരുന്നുകൾ വേദന സംഹാരികളാണ്. വേദന സംഹാരികൾ. അന്റാസിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റിക്കെതിരെ ആയിട്ട് ഉപയോഗിക്കുന്നവയാണ്. അസിഡിറ്റിക്കെതിരെ, നമ്മുടെ വയറിനുള്ളിൽ ആസിഡ് കൂടുമ്പോൾ അസിഡിറ്റി കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് അന്റാസിഡ് മരുന്നുകൾ. അന്റാസിഡായി ഉപയോഗിക്കുന്ന 1-2 രാസപദാർത്ഥങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നതാണ്. ഒന്ന് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്ന മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. കൂടാതെ അപ്പക്കാരം, സോഡിയം ബൈകാർബണേറ്റ് നമുക്ക് അന്റാസിഡ് ആയിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അനാൽജസിക്കുകൾ, വേദനാ സംഹാരികൾക്ക് ഉദാഹരണമാണ് ആസ്പിരിൻ. ആസ്പിരിൻ വണ്ടർ മെഡിസിൻ, അത്ഭുത മരുന്ന് എന്നറിയപ്പെടുന്ന ആസ്പിരിൻ ഒരു അനാൽജസിക് ആണ്, വേദനാ സംഹാരിയാണ്. ആന്റിബയോട്ടിക്കുകൾക്ക് ഉദാഹരണം അമോക്സിസിലിൻ, പെനിസിലിൻ, ഇതെല്ലാം ആന്റിബയോട്ടിക്കുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ ആണ്. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 5ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 5. ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായ സമയം. ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ, അല്ലേ? ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ എത്ര സമയം വേണമെന്ന് ഓപ്ഷൻ നോക്കിയേ. 26 ദിവസം, 25 ദിവസം, 27 ദിവസം, 24 ദിവസം. ഇനിയിപ്പോ ഭൂമി കറങ്ങുന്നത് പോലെ തന്നെ ആ ഒരു സമയമാണോ അല്ലെ? കൺഫ്യൂഷൻ വരും അല്ലേ? ഓർത്തിരിക്കുക. ഇതൊക്കെ നമ്മൾ 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ തന്നെ വളരെ വിശദമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ചന്ദ്രന് ഭൂമിയെ വലം വെക്കാൻ 27 ദിവസമാണ് വേണ്ടത്. ചന്ദ്രന് ഭൂമിയെ ചുറ്റിക്കറങ്ങാനായിട്ട് 27. ഓർക്കുക, ഇത് തന്നെയാണ് ചന്ദ്രന് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാനായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പൊ സ്വന്തം അക്ഷത്തിൽ നിന്ന് ചന്ദ്രന് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ സമയം ഏത് തന്നെയാണ്? 27 ദിവസമാണ്. എക്സാക്ട്ലി നമ്മൾ പറയുകയാണെങ്കിൽ 27 1/3 ഭൗമ ദിനങ്ങളാണ്. ഇതേ സമയം തന്നെയാണ് ഇത് ഭൂമിക്ക് ചുറ്റും കറങ്ങാനായിട്ട് എടുക്കുന്നതും ചന്ദ്രൻ അവിടെ നിന്ന് സ്വയം അച്ചുതണ്ടിൽ കറങ്ങാനായിട്ട് എടുക്കുന്നതും. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ചന്ദ്രന്റെ ഒരു മുഖം മാത്രം അല്ലെങ്കിൽ ഒരു വശം മാത്രം കാണാൻ കഴിയുന്നത്. ഓക്കെ ആണ്. ഞാൻ 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏതു ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്?
പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊക്കെ അറിയാലേ, പഴത്തിന്റെ ഒക്കെ ഒരു കൊല വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഴുക്കാനായിട്ട് നമ്മൾ പുകയിൽ വെക്കും, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കബോർഡിൽ വെച്ച് നമ്മൾ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കും. അപ്പൊ അങ്ങനെ പുകയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴങ്ങൾ പഴുത്ത് കിട്ടും. ഇങ്ങനെ പഴുക്കാനായി പുകയിലെ ഏത് ഘടകമാണ് സഹായിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കൂ. എഥിലീൻ, എഥിഫോൺ, അഡിനിൻ, ഇഥൈൻ. ഇതിലേതാണ് പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ ഏത് ഘടകമാണ് സഹായിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പഴങ്ങൾ പഴുക്കാനായിട്ട് പുകയിടുമ്പോൾ അതിലെ എഥിലീൻ, ഓപ്ഷൻ എ, എഥിലീൻ എന്ന് പറയുന്ന പദാർത്ഥമാണ് സഹായിക്കുന്നത്. ഇനി എഥിലീൻ എന്ന് പറയുന്നത് ചോദ്യമായി വന്നിട്ടുള്ള മറ്റു പല ക്വസ്റ്റ്യനുകളും ഉണ്ട്. അതിലൊന്ന് പറയാം, വാതക രൂപത്തിലുള്ള സസ്യവളർച്ചാ ഹോർമോൺ. വാതക രൂപത്തിലുള്ള സസ്യവളർച്ചാ ഹോർമോൺ ഏത്? സസ്യവളർച്ചാ ഹോർമോൺ. അപ്പൊ സസ്യങ്ങളുടെ പല വളർച്ചയെയും സഹായിക്കുന്ന പല ഹോർമോണുകളുമുണ്ട്. ഇതിൽ വാതക രൂപത്തിലുള്ള ഒരു സസ്യവളർച്ചാ ഹോർമോണാണ് എഥിലീൻ. പഠിച്ചു വെച്ചോളൂ, PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, പഴങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? പഴങ്ങൾ പഴുക്കാനായി സഹായിക്കുന്ന ഹോർമോൺ. അപ്പൊ പഴങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് എഥിലീൻ. എഥിലീൻ എന്ന് പറയുന്നത്. ഇനി ഇത് പഴങ്ങൾ പഴുക്കാൻ, അതുപോലെ തന്നെ നമുക്കറിയാം ഫ്ലോറിജൻ പൂവിടാൻ, അല്ലെ, അങ്ങനെ അബ്സിസിക് ആസിഡ് ഇല പൊഴിയാൻ സഹായിക്കുന്നു. അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് സസ്യങ്ങളിൽ പല ഹോർമോണുകൾ സഹായിക്കുന്നു. ഇതിൽ പഴങ്ങൾ പഴുക്കാൻ സഹായിക്കുന്നത് എഥിലീനാണ്. അതുപോലെ തന്നെ ഇത് വാതക രൂപത്തിലുള്ള സസ്യ വളർച്ചാ ഹോർമോണാണ്. കൂടാതെ പഴങ്ങൾ പഴുക്കാൻ പുകയിൽ വെക്കുമ്പോൾ എഥിലീനാണ് കിട്ടുന്നത്. ഇനി എഥിലീൻ എന്ന് പറയുന്ന സാധനമാണ് ശരിക്കും നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഇഥീൻ എന്ന് പറയുന്ന സാധനം തന്നെയാണ് കേട്ടോ എഥിലീൻ എന്ന് പറയുന്നത്. ഇഥീൻ ഇഥീൻ എന്ന് കേൾക്കുമ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവില്ലേ? ഇഥീൻ ഒരുപാട് ഇഥീനുകൾ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? പോളിത്തീൻ. അപ്പൊ പോളിത്തീൻ എന്ന് പറയുന്ന പോളിമറിലെ മോണോമർ ഏത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ഉത്തരം വരുന്നത്? എഥിലീനാണ്. മറക്കരുത്. 4 പോയിന്റുകൾ, നമുക്ക് ഒരൊറ്റ ഉത്തരം. ഓക്കെ, പഴങ്ങൾ പഴുക്കാൻ പുകയിൽ വെക്കുന്നത് ഏത് ഘടകം ലഭിക്കാനാണ്? എഥിലീൻ. വാതക രൂപത്തിലുള്ള സസ്യവളർച്ചാ ഹോർമോൺ ഏതാണ്? അതും എഥിലീൻ. പഴങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ എഥിലീൻ. പോളിത്തീൻ എന്ന് പറയുന്ന പോളിമറിലെ പോളിത്തീനിലെ മോണോമർ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? എഥിലീൻ. പോളിത്തീനിലെ മോണോമർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2017 ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 7. കീടനാശിനിയിലെ മഞ്ഞ ത്രികോണം ഡാഷിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ കീടനാശിനി പാക്കറ്റ് വാങ്ങുമ്പോൾ അതിൽ ത്രികോണങ്ങൾ കാണാം. ആ ത്രികോണങ്ങളെല്ലാം ഓരോ വാണിംഗ് ആണ്. ഇതിലെ മഞ്ഞ ത്രികോണം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. കീടനാശിനിയിലെ മഞ്ഞ ത്രികോണം. കീടനാശിനിയിലെ മഞ്ഞ ത്രികോണം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് കീടനാശിനിയിൽ പല നിറത്തിലുള്ള ത്രികോണങ്ങൾ നമുക്കറിയാം. ഒന്ന് റെഡ് ഉണ്ടായിരിക്കും, മറ്റൊന്ന് പച്ച ത്രികോണം ഉണ്ടായിരിക്കും, ഇനിയൊന്ന് മഞ്ഞ ത്രികോണം. ഇങ്ങനെ 3 കളറിലുള്ള ത്രികോണങ്ങൾ നമുക്ക് കീടനാശിനി പാക്കറ്റ് വാങ്ങുന്ന സമയത്ത് കാണാം. ഓക്കെ, വീണ്ടും ബ്ലാക്ക് ഒക്കെ ഉണ്ട്, പക്ഷെ സാധാരണയായിട്ട് കാണുന്നത് ഇത്രയും ത്രികോണങ്ങളാണ്. അപ്പൊ ആദ്യം കീടനാശിനിയിലെ ചുവന്ന ത്രികോണം എന്ന് പറയുന്നത് മാരകമായ വിഷം എന്നാണ് പറയുന്നത്. മാരകമായ വിഷം, മരണത്തിന് കാരണമായേക്കാവുന്ന വിഷമാണ്. ഈ റെഡ് ട്രയാങ്കിൾ ഉള്ള അല്ലെങ്കിൽ ചുവന്ന ത്രികോണമുള്ള കീടനാശിനികൾ വിൽക്കണമെങ്കിൽ തന്നെ പ്രത്യേക പെർമിഷൻ ആവശ്യമുണ്ട്. സാധാരണ നമ്മൾ കീടനാശിനി കടയിൽ പോയി കഴിഞ്ഞാൽ അത് കിട്ടില്ല. ദെൻ അടുത്തത് വന്നിട്ട് പച്ച ത്രികോണം എന്ന് പറയുന്നത് നേരിയ തോതിലുള്ള അല്ലെങ്കിൽ സാധാരണയായി കാണുന്ന അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിഷാംശമാണ്. സാധാരണ വിഷം എന്ന് പറയുന്നതാണ് വിഷാംശം എന്ന് പറയുന്നതാണ് പച്ച. എന്നാൽ മഞ്ഞ ത്രികോണം എന്ന് പറയുന്നത് ഇവിടെ കൂടിയ അളവിലുള്ള വിഷാംശം എന്നാണ് പറയുന്നത്. ഓക്കെ, അളവിലുള്ള വിഷാംശം എന്ന് പറയുന്നു.